ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എക്സാം എന്ന് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഓവർസിയർ ഗ്രേഡ് 2 ആൻഡ് ഗ്രേഡ് 3 എക്സാമിനേഷൻസ് ആണ്. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്ന ഡ്രാഫ്റ്റ് മെക്കാനിക്കലാണ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്തതിലെ ആദ്യത്തെ ഒരു ഏരിയ ആണ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണ്, പഠിക്കാനും സിമ്പിൾ ആണ്, ഒരുപാട് എന്താ പറയുക ക്വസ്റ്റ്യൻസ് വരും. പക്ഷെ ഇത് നമുക്ക് അബദ്ധവശാൽ നമ്മൾ കൃത്യമായിട്ടല്ല പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഒരുപാട് മാർക്ക് പോവാൻ സാധ്യതയുള്ള ഒരു ഏരിയ കൂടിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ബേസിക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യം നമ്മളൊരു ഡ്രോയിങ് എന്ന് പറയുന്ന സാധനം ചിന്തിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്താ ചിന്തിക്കുക? ഒരു പേപ്പർ, പെൻസിൽ, ഡ്രോയിങ് ബോർഡ് തുടങ്ങിയ കാര്യങ്ങൾ, കുറച്ച് ഇൻസ്ട്രുമെന്റ്സിന്റെ കാര്യമാണ് ചിന്തിക്കുക. ഇത് തന്നെയാണ് നമ്മൾ ആദ്യം പഠിച്ചു പോവുക. അപ്പോൾ ഈ KEEയുടെ ബാച്ചിലുള്ള ആൾക്കാർക്ക് ഇത് കുറച്ചൊക്കെ അറിയുമായിരിക്കും. അപ്പോൾ ബേസിക്സിന് നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് നമ്മൾ ഡ്രോയിങ് ബോർഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഡ്രോയിങ് ബോർഡ്. ഇപ്പൊ ഡ്രോയിങ് ബോർഡ് നമ്മൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ ഈ ഡ്രോയിങ് ബോർഡിൽ നിന്ന് എന്താണ് PSCക്ക് ഇഷ്ടപ്പെട്ട ഏരിയ എന്ന് പറയുന്നത്? PSC ഇതിൽ നിന്ന് എന്ത് ചോദ്യം ചോദിക്കും? ഇത് മാത്രമാണ് നമ്മൾ ഇവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. ഇതൊരു ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമേ പോകുള്ളൂ. അപ്പൊ ഫസ്റ്റ് തന്നെ ഓർത്തിരിക്കുക, ഡ്രോയിങ് ബോർഡ് B എന്ന് പറയുന്ന അല്ലെ, B0, B1, B2, B3, B0, B1, B2, B3 എന്ന രീതിയിലാണ് എന്ത് വരുന്നത്? ഡ്രോയിങ് ബോർഡ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഫസ്റ്റ് കൺസെപ്റ്റ് ഓക്കെ ആണല്ലോ? എവിടെ തൊട്ടാണ്? B0 തൊട്ട് B3 വരെ, B0 തൊട്ട് B3 വരെ. ഓക്കെ, ഈ B0 അക്കോമഡേറ്റ് ചെയ്യുന്ന ഡ്രോയിങ് ഷീറ്റ് എന്ന് പറയുന്ന ആരാണ്? A0 ആണ്. B1 അക്കോമഡേറ്റ് ചെയ്യുന്ന ആരെയാണ്? B1 A1, B2 A2, B3 A3. ഓക്കെ, ഇത്രയും മതി. A4 ഷീറ്റ് നമ്മൾ ഡ്രോയിങ് ബോർഡിൽ നോർമലി ഫിക്സ് ചെയ്യാറുണ്ടോ? A4 ഷീറ്റ് നമ്മൾ നോർമലി ഡ്രോയിങ് ബോർഡിൽ ഫിക്സ് ചെയ്യാറുണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ? നോർമലി നമ്മളെല്ലാവരും ഡ്രോയിങ് ഒക്കെ വരച്ച ആൾക്കാരായതുകൊണ്ട് അതൊന്നും നമ്മൾ അധികം പറയേണ്ട കാര്യമില്ല. A4 ഷീറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഷീറ്റ് ആയതുകൊണ്ട് നമ്മൾ ഡ്രോയിങ് ബോർഡിൽ അങ്ങനെ ഫിക്സ് ചെയ്യാറില്ല. A3, A2, A1, A0 എന്ന് പറയുന്ന ഷീറ്റുകളാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡ്രോയിങ് ബോർഡുകളാണ് B0, B1, B2, B3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഈ B0 എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്? നോക്കുക, ബേസിക് ഡയമെൻഷൻ മാത്രം ഓർത്തിരിക്കുക. ലെങ്ത്, width and thickness. ഏതാണ്? LWT. LWT. ഓക്കെ, നമ്മൾ തിയറി പോർഷൻസ് ആദ്യം നമ്മൾ നോക്കും. അതിനുശേഷം നമ്മൾ ഏകദേശം ഇന്നൊരു 40 ക്വസ്റ്റ്യൻസ് സ്പീഡായിട്ട് ആൻസർ ചെയ്തു പോകും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു 40 ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്ത് നമ്മൾ ആൻസർ ചെയ്തു പോവുകയും ചെയ്യും. ഓക്കെ, അങ്ങനെയായിരിക്കും ഇന്ന് കോഴ്സ് ഉള്ളത്. കുറച്ച് ടൈം എടുക്കും. അപ്പം ആ ഒരു ക്ഷമയും കൂടെ എല്ലാവരും കാണിക്കും. ഓക്കെ, LWT. ഇവിടെ ഈ രണ്ട് ഡയമെൻഷൻ ഓർത്തിരുന്ന നോക്കുക, 1500, 1000 ഇൻറ്റു 25. ലെങ്ത്, വിഡ്ത്ത്, തിക്നെസ് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. 25ഉം 15ഉം അവിടെ നിൽക്കട്ടെ. B0 B1 സെയിം തിക്നെസ് ആണ്. B0 ആൻഡ് B1 സെയിം തിക്നെസ് ആണ്. 25 mm ആണ്, ഏകദേശം 2.5 സെന്റിമീറ്റർ. ഓക്കെ, B2 B3 സെയിം തിക്നെസ് ആണ്, 15 mm ആണ്. ഇനി ഇവിടെ നോക്കിയേ, 1500, 1000, ഈ 1000 ഇങ്ങോട്ട് വന്നു. ഇതിന്റെ ഏകദേശം പകുതി, ഇത് മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇത് മാത്രമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. B1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ഇൻറ്റു 700 ഇൻറ്റു 25 ആണ്. ചില ഓപ്ഷൻസിൽ 1000 ഇൻറ്റു 750 ഇൻറ്റു 25 കാണും. അവിടെ നമുക്ക് മിസ്റ്റേക്ക് വരാണ്ടിരുന്നാൽ മതി. ക്ലിയർ ആണോ അല്ലെ? ക്ലിയർ ആയി, ഇത്രയും ക്ലിയർ ആണെങ്കിൽ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? You can raise your hands. നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ സമയമില്ലെങ്കിൽ നിങ്ങൾ വിട്ടേക്കുക. ഞാൻ ഇതിന്റെ PDF എന്തായാലും അയച്ചു തരും. ഓക്കെ, ഒരു ക്രാഷ് കോഴ്സ് ആയതുകൊണ്ട് നമ്മൾ നോട്ട് എഴുതാൻ പറയുന്നില്ല, സ്പീഡിൽ പോവാം. ഓക്കെ, കയ്യോടെ PDF ഇട്ടേക്കാം. ഓക്കെ, നെക്സ്റ്റ് 1500 1000, then 1000 ഇൻറ്റു 700, then 700 ഇൻറ്റു 500, 500 ഇൻറ്റു 350. അപ്പൊ ഇവിടെയൊക്കെ ഇതിന്റെ പകുതി പകുതിയാണ് വരുന്നത് അല്ലെ? 1500 പകുതി, ഇവിടെ 750 ആയിരുന്നു വരുന്നത്. പക്ഷെ എന്താണ് 700 ഉള്ളൂ. പിന്നെ അങ്ങോട്ട് കറക്റ്റ് ആണ്. 1000ന്റെ പകുതി 500, 700ന്റെ പകുതി 350. ക്ലിയർ ആണല്ലോ? ഡ്രോയിങ് ബോർഡിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ തെറ്റിക്കില്ലല്ലോ? എന്തായാലും വരും. ഏകദേശം ഈ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉറപ്പാണ്. ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ നല്ല രീതിയിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും.
100 ക്വസ്റ്റ്യനില് 30 തൊട്ട് 35 ക്വസ്റ്റ്യൻ വരെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണല്ലോ അല്ലെ? ദെൻ ഡ്രോയിങ് ബോർഡ് കഴിഞ്ഞാൽ ദെൻ ഡ്രോയിങ് ഷീറ്റ്. ഡ്രോയിങ് ഷീറ്റിന്റെ ഡയമെൻഷൻ A0 തൊട്ട് A5 വരെ ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. A0 തൊട്ട് A5 വരെ നീണ്ടു കിടക്കുന്നു. അപ്പൊ A0 എന്ന് പറയുന്നതാണ് ഏറ്റവും എന്താ പറയാ നമുക്ക് അറിവുള്ള ഏറ്റവും വലിയ ഷീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ലോങ് സീരീസിൽ ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് ഫസ്റ്റ് അറിയേണ്ടത് A0 ആണ്. A0 841 × 1189. ഇതിന് വേറെ പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ A0 ഡ്രോയിങ് ഷീറ്റിന്റെ സർഫേസ് ഏരിയ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ദിസ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ 841 × 1181 ആണ് അതിന്റെ ഡയമെൻഷൻ വരുന്നത്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും. 1 മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഓക്കെ 1 മീറ്റർ സ്ക്വയർ. ഓക്കെ ദെൻ നോക്കുക A0, A1, A2, A3, A4, A5. ഇതിൽ നമുക്ക് അറിയുന്ന ഒരാളുണ്ട്, ദാറ്റ് ഈസ് A4. എല്ലാവർക്കും അറിയാലോ 210 × 297. ഇവിടെ ആദ്യം പറയുന്നത് എന്താണ്? വിഡ്ത്ത് ആണ്, ദെൻ ലെങ്ത് ആണ്. വിഡ്ത്ത് ആണ്, ലെങ്ത് ആണ്. ഈ വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 1:√2. വിഡ്ത്ത് ടു ലെങ്ത് റേഷ്യോ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. 1:√2. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതെങ്കിൽ, ലെങ്ത് ടു വിഡ്ത്ത് റേഷ്യോ ആണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നതെങ്കിൽ എന്താ ആൻസർ ചെയ്തോളണം? 1:√2 ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിപ്പോവും. √2:1 തന്നെ ആൻസർ ചെയ്തോളണം. ഓക്കെ ആർ യു ഫോളോയിങ്? ദെൻ നോക്കിയേ, ഇവിടെ 210 നമുക്ക് അറിയുന്ന ഒരു സാധനം നമ്മൾ ആദ്യം എഴുതി വെച്ചു. 210 × 297. എന്നിട്ട് ഇവിടെ 297 ഇവിടെ വന്നിരിക്കുന്നു. ഇതിന്റെ ഇരട്ടി 420 ഇവിടെ വന്നിരിക്കുന്നു. ദെൻ 420 ഇവിടെ പോകുന്നു, ഇതിന്റെ ഇരട്ടി ഇവിടെ പോകുന്നു. ഈ 594 ഇവിടെ പോകുന്നു, ഇതിന്റെ ഇരട്ടി ഇവിടെ വരുന്നു. ഓക്കെ ദെൻ 210 ഇവിടെ വരുന്നു. 222 പകുതി അപ്രോക്സിമേറ്റ് 148 ഇവിടെ വരുന്നു. ഓക്കെ അപ്പൊ A5 ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 148 × 210 ആണ്. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാം, ഇത് ഇവിടെ നിൽക്കുകയാണ്, ഇത് ഇരട്ടിയാണ്. ഒരു ഡയമെൻഷൻ അവിടെ കോൺസ്റ്റന്റ് ആക്കി നിൽക്കിയിട്ട് മറ്റൊരു ഡബിൾ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർഫേസ് ഏരിയയിൽ എന്ത് മാറ്റാനാണ് വരുന്നത്? A5ന്റെ നേരെ ഇരട്ടിയാണ് A4, A4ന്റെ നേരെ ഇരട്ടിയാണ് A3, A3യുടെ നേരെ ഇരട്ടിയാണ് A2, A2ന്റെ ഇരട്ടിയാണ് A1, A1ന്റെ ഇരട്ടിയാണ് A0. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, A2 ഡ്രോയിങ് ഷീറ്റിന്റെ സർഫേസ് ഏരിയ എത്രയാണ്? A2 ഡ്രോയിങ് ഷീറ്റിന്റെ സർഫേസ് ഏരിയ എത്രയായിരിക്കും? A2 ഡ്രോയിങ് ഷീറ്റിന്റെ സർഫേസ് ഏരിയ എത്രയായിരിക്കും? ഡോണ്ട് കൺഫ്യൂസ്. എന്താണ്? ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്, ഇവിടെ 0.5 ആണ്, ഇവിടെ 0.25 ആണ്. ക്ലിയർ? ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു ചോദ്യം. ഓക്കെ ദെൻ സമയമില്ലാത്തവരുടെ അടുത്തേക്ക് പോവാം. ദെൻ സംതിങ് ന്യൂ അല്ലെ, നമുക്ക് സ്പെഷ്യൽ PSC കടുംവെട്ട് വെട്ടാൻ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. നമുക്ക് അറിയാത്തൊരു കാര്യം ചോദിക്കാൻ PSC തീരുമാനിച്ചു. ദാറ്റ് ഈസ് സ്പെഷ്യൽ ഇലോങ്ങേറ്റഡ് സീരീസ്. നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. A3 × 3 ഡയമെൻഷൻ ചോദിച്ചു എന്ന് വിചാരിക്കുക. A3 × 3 A3ന്റെ ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് ഒന്ന് പറഞ്ഞ എല്ലാവരും. A3 ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് പെട്ടെന്ന് പറഞ്ഞേ. A3 ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് പെട്ടെന്ന് പറഞ്ഞേ. എത്രയായിരിക്കും? (297 × 420). ഓക്കെ ഇതാണ് A3 എന്ന് പറയുന്നത്. ദിസ് ഈസ് A3.
ഇവിടെ സ്പെഷ്യൽ ഇലോങ്ങേറ്റഡ്, ഇതൊരു സ്പെഷ്യൽ സീരീസ് ആണ്. A3 into 3, ഇതിൽ വലിയ ഡയമെൻഷൻ എടുക്കുക, ദാറ്റ് ഈസ് 420 ഇവിടെ എടുക്കുക. ദെൻ ഇതിനെ 3 times മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പൊ 297 into 3 ചെയ്യാം. എത്ര വരും? 899. You got the idea? A3 into 3 എങ്ങനെ കണ്ടുപിടിക്കുന്ന മാത്രം A3യിലെ വലിയ ഡയമെൻഷൻ കീപ്പ് ചെയ്യാം, മറ്റതിനെ into 3 ചെയ്യാം. ഓക്കെ, ക്ലിയർ? ക്ലിയർ അല്ലേ? ഞാൻ ജസ്റ്റ് ചോദിക്കട്ടെ, A4 into 3, A4 into 3 ഡയമെൻഷൻ എന്ത് വരും? A4 into 3 ഡയമെൻഷൻ എത്ര വരും? സ്ലൈഡിലുണ്ട്, ജസ്റ്റ് എന്നാലും ഒന്ന് നോക്കി എഴുതിയാൽ മതി. A4 into 3 എന്ത് വരും? A4 into 3 A4 into 3 297 into 630, 297 into 630. ഓക്കെ, പർപ്പസ് ഓഫ് സ്പെഷ്യൽ ഇലോങ്ങേറ്റഡ് സീരീസ്. വലിയ ഷീറ്റ് വേണ്ടടുത്ത് നമ്മളൊരു സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ ഉണ്ടാക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? PSCക്ക് എന്ത് ചോദിക്കുന്നു മാത്രം തൽക്കാലം പഠിക്കാം അല്ലെ? പ്രവീൺ, നമുക്കിപ്പോ ഇച്ചിരി വലിയ ഷീറ്റ് ഒക്കെ വേണമെന്ന് വിചാരിക്കാം. ഇങ്ങനെയുള്ള ഒരു ഇത്രയും നീളം മാത്രം കൂടി അങ്ങനത്തെ ഒരു സ്പെഷ്യൽ സീരീസ്, അതുകൊണ്ടാണ് സ്പെഷ്യൽ ഇലോങ്ങേറ്റഡ് എന്ന് പറയുന്നത്. നമുക്ക് വേരിയസ് ആപ്ലിക്കേഷൻ വരാലോ ഡ്രോയിങ്ങിൽ. ദെൻ ഇവിടെ നോക്കാം, ഏരിയ റേഷ്യോ. ഏരിയ റേഷ്യോ അപ്പൊ നമ്മൾ എന്ത് പറയാണ്? 1:2 ആണ്. ഏരിയ റേഷ്യോ 1:2. A0 എന്ന് കൺസിഡർ ചെയ്യുമ്പോൾ കേട്ടോ. A0ന്റെ പകുതി A1, A1ന്റെ പകുതി A2, A2ന്റെ പകുതി A3, A3ന്റെ പകുതി A4. ഓക്കെ, ഓക്കെ ആണല്ലോ? ഇത്രയും കാര്യം ഓക്കെ ആണോ? എന്നാൽ അതൊക്കെ ഒഴിവാക്കിയാൽ അതൊന്നും വരില്ല. നമ്മൾ തിയറി പോർഷൻസ് ഒക്കെ തൽക്കാലം നമ്മൾ കട്ട് ചെയ്യണം. കുറഞ്ഞ സമയം കൂടുതൽ കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് പെൻസിൽ. നെക്സ്റ്റ് ആണ് പെൻസിൽ. നമ്മൾ ആദ്യം ഡ്രോയിങ് ബോർഡ് കഴിഞ്ഞു, ഡ്രോയിങ് ഷീറ്റ് കഴിഞ്ഞു, ദെൻ പെൻസിൽ, ദെൻ പെൻസിൽ. ഓക്കെ, പെൻസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ ഗ്രേഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതിനു മുമ്പ് ഈ ഒരു കാര്യം അറിഞ്ഞിരിക്കുക, ഇതിടയ്ക്ക് ചോദിച്ചു കാണാറുണ്ട്, പെൻസിലിന്റെ ലെഡ്. പെൻസിലിന്റെ ലെഡ് എന്നൊക്കെ തമ്മിൽ ചേർത്തിട്ട് ഉണ്ടാക്കിയേക്കാണ് ഗ്രാഫൈറ്റും ക്ലേയും. ഗ്രാഫൈറ്റ് പ്ലസ് ക്ലേ, ഗ്രാഫൈറ്റ് പ്ലസ് ക്ലേ. ഓക്കെ, ഗ്രാഫൈറ്റ് പ്ലസ് ക്ലേ. ദെൻ നെക്സ്റ്റ് അറിയേണ്ട കുറച്ച് പോയിന്റ്സ് മാത്രം നമ്മൾ അറിഞ്ഞാൽ മതി. അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ദെൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ഗ്രേഡുകൾ ഏകദേശം 18 ഗ്രേഡ് ഉണ്ട്. 9H തൊട്ട് 7B വരെ നീണ്ടു കിടക്കുന്ന ഒരു ഗ്രേഡുകൾ. 9H തൊട്ട് 7B വരെ. നമ്മളൊക്കെ പെൻസിൽ വാങ്ങാൻ പോകുന്ന സമയത്ത് നോർമലി നമ്മൾ ഒരു പെൻസിൽ വാങ്ങാൻ നോർമലി ഏത് ഗ്രേഡ് ആയിരിക്കും? പ്രത്യേകിച്ച് നമ്മൾ ഡിസിഗ്നേഷൻ ഒന്നും നമ്മൾ പറയുന്നില്ല, നമ്മൾ ഒരു നീഡൊന്നും പറയുന്നില്ല, വെറുതെ ഒരു പെൻസിൽ വാങ്ങി. ഏത് പെൻസിലാണ് വാങ്ങുന്നത്? ഏത് പെൻസിലാണ് വാങ്ങുന്നത്? നോർമലി നമുക്ക് കിട്ടുന്ന പെൻസിൽ ഏതാന്ന് പറഞ്ഞാൽ HB പെൻസിലാണ് അല്ലെ? HB പെൻസിൽ. ഈ HB പെൻസിൽ എന്ന് പറഞ്ഞാൽ മീഡിയം സോഫ്റ്റ് ഗ്രേഡ് എന്നറിയപ്പെടുന്ന പെൻസിലാണ്. മീഡിയം സോഫ്റ്റ് ഗ്രേഡ്, കൃത്യമായി ഓർത്ത് വെച്ചോ. മീഡിയം സോഫ്റ്റ് ഗ്രേഡ്, മീഡിയം സോഫ്റ്റ് ഗ്രേഡ്. ഓക്കെ, മീഡിയം സോഫ്റ്റ് ഗ്രേഡ്. നെക്സ്റ്റ് H എന്ന് പറയുന്ന ഒരു പെൻസിൽ ഉണ്ട്. H എന്ന് പറയുന്ന പെൻസിൽ ഉണ്ട്, ദാറ്റ് ഈസ് മീഡിയം ഹാർഡ് പെൻസിൽ. മീഡിയം ഹാർഡും മീഡിയം സോഫ്റ്റ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇനി നോക്കിയോ, H ഹാർഡ് ആണെന്ന് ഓർത്തിരിക്കാം. ഓക്കെ, H ഹാർഡ് ആണെന്ന് പറയാൻ കാര്യം, ഇപ്പൊ നമ്മൾ H പെൻസിൽ കൊണ്ട് നമ്മൾ ഒരു പേപ്പറിൽ ഒരു വര വരച്ചു.
എച്ച് പെൻസിൽ അല്ലെങ്കിൽ 2H പെൻസിൽ കൊണ്ട് ആ പേപ്പറിൽ ഒരു വര വരച്ചു. നന്നായി തെളിഞ്ഞാണോ കാണാം അതോ ഇങ്ങനെ ഫുൾ പരന്നിട്ടായിരിക്കും ഉണ്ടാവുക? കാരണം സോഫ്റ്റ്നെസിന്റെയും ഹാർഡ്നെസിന്റെയും ഒരു ചിന്ത നമുക്ക് മാറിപ്പോയി, നമുക്ക് തെറ്റിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ലൈറ്റ് ലൈൻസ് ആണ് അല്ലെ, ലൈറ്റ് ലൈൻസ് ആണ്, ലൈറ്റ് ലൈൻസ് ആണ്. ലൈറ്റ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ക്ലേ കണ്ടന്റ് അല്ലെങ്കിൽ ഗ്രാഫൈറ്റിന്റെ കണ്ടന്റ് വളരെ കുറവാണ്, പേപ്പറിലേക്ക് പോകുന്നുള്ളൂ. ശരിയല്ലേ? നമ്മളൊന്ന് അമർത്തി വരച്ച എന്ത് സംഭവിക്കും? ആ പേപ്പർ കീറിപ്പോകും, അവിടെ തെളിയില്ല. ഇറ്റ് മീൻസ് ഇറ്റ് ഈസ് സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ? നമ്മൾ ലൈറ്റ് ആയതുകൊണ്ട് സോഫ്റ്റ് എന്ന് ചിന്തിക്കരുത്, ലൈറ്റ് ആയതുകൊണ്ട് സോഫ്റ്റ് എന്ന് ചിന്തിക്കരുത്. ഇറ്റ്സ് ഹാർഡ് പെൻസിൽ. ഇറ്റ് ഈസ് ദ എക്സാമ്പിൾ ഓഫ് ഹാർഡ് പെൻസിൽ. ലൈറ്റ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് പെൻസിലോട് വരയ്ക്കുന്നതുകൊണ്ടാണ്. എന്നാൽ നമ്മൾ വരയ്ക്കുമ്പോഴേക്കും അതിലെ കണ്ടന്റ് മൊത്തം ഇതിലേക്ക് പരക്കുക എന്ന് വിചാരിക്കുക. നമ്മളൊരു ഡ്രോയിങ് ഒക്കെ വരയ്ക്കുന്ന സമയത്ത് ഈ ടീച്ചേഴ്സ് ഒക്കെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പറയും ഇന്ന പെൻസിലോട്ട് വരയ്ക്കണം, HB ബിയോണ്ടൊന്നും വരയ്ക്കരുതെന്നൊക്കെ പറയും. അപ്പൊ ആദ്യം നമ്മളൊന്നും കേൾക്കില്ല, എന്നിട്ട് നമ്മൾ HB പെൻസിൽ കൊണ്ട് വെച്ച് കാച്ചി വരയ്ക്കും. എന്നിട്ട് നമ്മുടെ കൈ അവിടെ ഇവിടേക്ക് ഒന്നും അറിയും, ഇത് മൊത്തം പരക്കും. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഇറ്റ്സ് സോഫ്റ്റ്, ഇറ്റ് ഈസ് എ സോഫ്റ്റ് ഗ്രേഡ്. ഓക്കെ ആണല്ലോ? ബി കൂടി വന്നാൽ ദാറ്റ് ഈസ് സോഫ്റ്റ് ആണ്. ബി എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അതെന്തായി? സോഫ്റ്റ് ആയിട്ട് മാറി. ഓക്കെ ആണല്ലോ? പെൻസിൽ ഗ്രേഡുകൾ ബി കയറി വന്നാൽ സോഫ്റ്റ് ആണ്. HB പെൻസിൽ മീഡിയം സോഫ്റ്റ് ആണോ മീഡിയം ഹാർഡ് ആണോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. ഇറ്റ്സ് മീഡിയം സോഫ്റ്റ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണല്ലോ? ഓക്കെ, ബി കൂടുതൽ കൂടുതൽ പോകുമ്പോഴും സോഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. അതൊക്കെ നമ്മൾ എവിടെ യൂസ് ചെയ്യുക? ഈ ഷെയ്ഡിങ് പർപ്പസുകളിലൊക്കെ. നമ്മൾ ഈ ഡ്രോയിങ് പർപ്പസ് വിടുക, എന്നൊരു ഷെയ്ഡ് ഇപ്പൊ ഒരാൾ അങ്ങനെ പേപ്പർ ഡ്രോയിങ്ങിലൊക്കെ വരയ്ക്കില്ലേ, ഷെയ്ഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുമ്പോഴാണ് ബിയുടെ കണ്ടന്റ് നമ്മൾ കൂടി കൂടുതൽ കൊടുക്കേണ്ടി വരിക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, ഓർത്തിരിക്കുക. ഇതിൽ നിന്ന് ചോദിക്കുന്ന അടുത്തൊരു പോയിന്റ് ആണ് ഏതാണ് ഹാർഡസ്റ്റ് പെൻസിൽ ഗ്രേഡ്, ഏതാണ് സോഫ്റ്റസ്റ്റ് പെൻസിൽ ഗ്രേഡ്. ഹാർഡസ്റ്റ് പെൻസിൽ ഗ്രേഡിന് എക്സാമ്പിൾ ആണ് 9H പെൻസിൽ. സോഫ്റ്റസ്റ്റ് ഗ്രേഡിന് എക്സാമ്പിൾ ആണ് 7B. ഞാൻ പറഞ്ഞിരുന്നു 9H തൊട്ട് 7B വരെയാണ് പോവുക. അപ്പൊ H 9 എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വെരി ഹാർഡ്, വരച്ചാൽ കാണു പോലും ഇല്ല. ഓക്കെ, ഏറ്റവും സോഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7B. ടോട്ടൽ എത്ര ഗ്രേഡ്സ് ഉണ്ട്? 18 ഗ്രേഡ്സ്. ഓക്കെ, പെൻസിൽ ഓക്കെ ആണോ? ടിൽ നൗ പെൻസിൽ ഓക്കെ ആണോ? ഓക്കെ, then ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻസ് ഒരുപാട് ആപ്ലിക്കേഷൻ എന്ന് അറിഞ്ഞിരിക്കേണ്ട. എന്നാ 2H ഹാർഡ് ഗ്രേഡ് പെൻസിൽ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ലൈൻസ്. ഇറ്റ്സ് എ ഗോൾഡൻ പോയിന്റ്. ഗോൾഡൻ ലെറ്റർ കൊണ്ട് തന്നെ മഞ്ഞ കളർ കൊണ്ട് നമുക്ക് എഴുതി വെക്കാം. 2H ഹാർഡ് ഗ്രേഡ് ആണ്, കൺസ്ട്രക്ഷൻ ലൈന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം. ഓക്കെ, നോർമലി വിസിബിൾ അഡ്രസ് ഒക്കെ നമ്മൾ H ഗ്രേഡ് കൊണ്ടും ബോർഡർ വരയ്ക്കാനൊക്കെ നമ്മൾ HB കൊണ്ട് വരയ്ക്കാറുണ്ട്. അതുപോലെ ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്. ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് ലെറ്ററിങ്ങിന് നോർമലി നമ്മൾ H ആണ് കേട്ടോ വരിക. ഞാൻ കൂടെ എഴുതി ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്ങിന് ഏത് ഗ്രേഡ് എന്ന് ചോദിക്കാറുണ്ട്. ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് ഏതാലോ? ഫ്രീ ഹാൻഡ് സ്കെച്ചിങ്, ഫ്രീ ഹാൻഡ് സ്കെച്ചിങ് ഏതാണ് ഗ്രേഡ്? HB. H ഏതാണ്? ഡ്രോയിങ് വിസിബിൾ ലൈൻസ് യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ. ഈ 3 പോയിന്റ്സ് മാത്രം നമ്മൾ നോക്കിയിരിക്കുക. ഓക്കെ, കൺസ്ട്രക്ഷൻ ലൈൻ വരയ്ക്കുന്ന ഗ്രേഡ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പച്ചവെള്ളം പോലെ പറഞ്ഞാണ് ഇറ്റ് ഇസ് 2H ഗ്രേഡ്. ഇറ്റ്സ് 2H, ഇറ്റ്സ് 2H. ഓക്കെ, ഓക്കെ ആണല്ലോ? ഇനി നമ്മൾ ഇൻസ്ട്രുമെന്റ്സിലേക്ക് പോകണം. ഫസ്റ്റ് തന്നെ നമ്മൾ സ്കെയിലിലേക്കാണ് പോകുന്നത്. സ്കെയില് പ്രധാനമായിട്ടും 2 ടൈപ്പ് സ്കെയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. 15 സെന്റിമീറ്റർ സ്കെയിലും ഉണ്ട്, 30 സെന്റിമീറ്റർ സ്കെയിലും ഉണ്ട് അല്ലെ? 15 സെന്റിമീറ്റർ സ്കെയിൽ ഉണ്ട്, 30 സെന്റിമീറ്റർ സ്കെയിൽ ഉണ്ട്. ഈ 15 സെന്റിമീറ്റർ സ്കെയിലിന് നോർമലി അതിന് കൊടുക്കുന്ന വിഡ്ത്ത് എന്ന് പറയുന്നത് 2 സെന്റിമീറ്റർ ആയിരിക്കും. 30 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഇതിന് നമ്മൾ നോർമൽ കൊടുക്കുന്ന വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ 3.5 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് എന്താണ്? സ്റ്റാൻഡേർഡ് വാല്യൂ മാത്രമാണ്. ഓക്കെ, 30 സെന്റിമീറ്റർ ഉള്ളതിന് 3.5 ആണ് നമ്മൾ എന്ത് കൊടുക്കുക വരയ്ക്കില്ലേ? ഇത് 30 ഉണ്ടെങ്കിൽ ഇത് 3.5 ആയിരിക്കും. ഇത് 15 ഉള്ളുവെങ്കിൽ ഇത് എത്രയായിരിക്കും?
2 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? ജസ്റ്റ് ഒന്ന് ആലോചിക്കുന്ന 2 പോയിന്റ്സ് മാത്രമാണ്. നെക്സ്റ്റ് ഫ്രിഞ്ച് കർവ്. ഫ്രിഞ്ച് കർവ് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു സ്മൂത്ത് കർവ് വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് പറയാം. എന്നാൽ നമുക്ക് കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ 2 പോയിന്റ്സ് 3 നമ്മൾ ഗ്രാഫ് ഒക്കെ വരയ്ക്കാന്ന് വിചാരിക്കും. ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊരു കർവ് വരയ്ക്കണം. ഇതിങ്ങനെ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നു. ഓക്കെ, ക്ലിയർ? ഇങ്ങനെയൊക്കെയാണ് ഈ കർവ്. ഈ ആക്ച്വലി ഇത് ഇങ്ങനെയാണ് വരേണ്ടത്. ഇത് നമുക്ക് കോമ്പസ് ഉണ്ടോ പ്രൊട്ടാക്ടർ ഉണ്ടോ ഒക്കെ വരയ്ക്കാൻ പറ്റുമോ? ഇസ് ഇറ്റ് പോസിബിൾ? പറ്റുമോ? അതായത് നോർമൽ ടൂൾസ് കൊണ്ട് നമുക്ക് വരയ്ക്കാൻ പറ്റാത്ത കുറെ കർവുകൾ നമുക്ക് വരയ്ക്കാൻ വേണ്ടി നമുക്കൊരു ഇൻസ്ട്രുമെന്റിന്റെ സഹായം ആവശ്യമാണ്. ഈ സാധനം പണ്ടത്തെ ഇൻസ്ട്രുമെന്റ് ബോക്സുകളൊക്കെ കാണാം അല്ലെ? കണ്ടിട്ടുണ്ടോ ഇത്? ഈ സാധനം കണ്ടിട്ടുണ്ടോ? ഫ്രിഞ്ച് കർവ് എന്ന് പറയുന്ന സാധനം കണ്ടിട്ടുണ്ടോ? ഈ ചില നമ്മുടെ ഇതില്ലേ സെറ്റ് സ്ക്വയർ ഇല്ലേ, വലിയ സെറ്റ് സ്ക്വയർ കേട്ടോ. ഈ സെറ്റ് സ്ക്വയറിന്റെ ഉള്ളിൽ ഇരിക്കുന്ന കുറെ ഷേപ്പുകൾ കൊടുത്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും നോട്ടീസ് ചെയ്തിട്ടുണ്ടാവുന്ന വിചാരിക്കും. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിക്കുന്ന സമയം നോട്ടീസ് ചെയ്ത സാധനം. സെറ്റ് സ്ക്വയറിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ കുറെ ഷേപ്പുകൾ കൊടുക്കും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സാധനം നമുക്ക് കറക്റ്റ് ആയിട്ട് കർവുകളൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ സ്മൂത്ത് കർവ് എന്നും പറയാം. എന്നാൽ നമുക്ക് ബാക്കി സാധനം കൊണ്ട് വരയ്ക്കാൻ പറ്റാത്ത കർവുകൾ, ഇതൊക്കെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് ഫ്രിഞ്ച് കർവ്. ഫ്രിഞ്ച് കർവ്. ഇതിൽ നിന്ന് PSC കടുംപെട്ട് വെട്ടിയാൽ ഈ പോയിന്റ് കൂടെ ഓർത്തിരുന്നവരെ. കാരണം ഈ അടുത്ത് ഒരു എക്സാമിനേഷൻ, ഈ അടുത്തെന്ന് പറയാൻ 2 വർഷം മുമ്പ് ഒരു എക്സാമിനേഷൻ ആണ് ഈ സെറ്റ് നമ്പറുകളൊക്കെ ചോദിച്ചു കണ്ടത്. അധികം കാണാറില്ല. എന്നാലും ഗ്രേഡ് 2 ഗ്രേഡ് 3 ഒക്കെ പഠിക്കുന്ന ആളെ സംബന്ധിച്ച് നമുക്കിത് മറന്നു പോയാലും പഠിക്കാം. ഓക്കെ, അപ്പൊ ഓർത്തിരിക്കുക. സ്റ്റാൻഡേർഡ് ഓക്കെ, സ്റ്റാൻഡേർഡ്. ഇത് 3 സെറ്റ്, അതായത് ഒന്നെങ്കിൽ ഇത് എത്രയുടെ സെറ്റ് ആയിരിക്കണം? ഇത് എത്ര സെറ്റാ? 3 എണ്ണത്തിന്റെ സെറ്റാണ് അല്ലെ? ഇത് 3 എണ്ണത്തിന്റെ സെറ്റാണ്. ഓക്കെ, ഇത് ആക്ച്വലി സ്റ്റാൻഡേർഡ്. ഒന്നെങ്കിൽ 6 എണ്ണത്തിന്റെ സെറ്റ്, അല്ലെങ്കിൽ 12 എണ്ണത്തിന്റെ സെറ്റ്, അല്ലെങ്കിൽ 16 എണ്ണ സെറ്റ്. ഓക്കെ, അതായത് ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ, ഒരു ബോക്സ് എടുത്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ 6 എണ്ണം ഉണ്ടാവണം, അല്ലെങ്കിൽ 12 എണ്ണം ഉണ്ടാവണം, ഓക്കെ, അല്ലെങ്കിൽ 16 എണ്ണം ഉണ്ടാവണം. ഓക്കെ ആണല്ലോ? സ്റ്റാൻഡേർഡ് സെറ്റ് നമ്പേഴ്സ് നമ്മൾ അങ്ങനെ ഓർത്തില്ല. സ്റ്റാൻഡേർഡ് സെറ്റ് നമ്പേഴ്സ് ഒന്നെങ്കിൽ 6, അല്ലെങ്കിൽ 12, അല്ലെങ്കിൽ 16. ഓക്കെ, ഒന്നെങ്കിൽ 6 എണ്ണത്തിന്റെ, അല്ലെങ്കിൽ 12 എണ്ണത്തിന്റെ, അല്ലെങ്കിൽ 16 എണ്ണത്തിന്റെ. നെക്സ്റ്റ് ക്ലിനോഗ്രാഫ്. ഇത് അധികം കാണാൻ സാധ്യല്ല, കാരണം നമ്മൾ ഇത് എവിടെയും യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അല്ല നമ്മൾ ഈ മീ ഡ്രാഫ്റ്റ് വെച്ചുള്ള കളികളായതുകൊണ്ട് നമ്മൾ ഇത് അങ്ങനെ യൂസ് ചെയ്യാൻ സാധ്യത കുറവാണ്. ഇതാണ് ക്ലിനോഗ്രാഫ് എന്ന് പറയുന്നത്. ഒറ്റ കാര്യം ചോദിക്കുള്ളൂ. ഡിസൈഡ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് ടു എനി ഡിസൈഡ് ആംഗിൾ. നമുക്ക് വേണ്ട ആംഗിളിലേക്ക് നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും എന്നുള്ളതാണ്. കണ്ടോ? ഇതാണ് സംഭവം. കണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ നേരിട്ട് ഈ സംഭവം? ഓക്കെ, ഇതൊരു വുഡിന്റെ ആണ്. ഇതൊരു വുഡനാണ്. ഇത് നോർമലി. ഓക്കെ, ക്ലിനോഗ്രാഫിന്റെ ഫംഗ്ഷൻ മാത്രം ഓർത്തിരിക്കാലോ അല്ലെ? അഡ്ജസ്റ്റ് ടു എനി റിക്വേർഡ് ആംഗിൾ. നെക്സ്റ്റ് വൺ, കോമ്പസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് കോമ്പസ്. പക്ഷെ ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. വെറും കോമ്പസ് അല്ല, ബൗ കോമ്പസ്. 25 mm ഡയമീറ്റർ വരെയുള്ള ചെറിയ സർക്കിളുകൾ വരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പസിന്റെ പേരാണ് ബൗ കോമ്പസ്. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ ഈ 30 എന്ന വാല്യൂ ആയിരിക്കും 25-ന് പകരം ഉണ്ടാവുക. രണ്ടും ഓർത്തിരിക്കുക കേട്ടോ. ബൗ കോമ്പസ് ആർ യൂസ്ഡ് ടു ഡ്രോയിങ് സ്മോൾ സർക്കിൾസ്. ഇനി ലാർജ് കോമ്പസ് യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് ലാർജ് കോമ്പസ് എന്ന് പറയുന്നത്. ഇവിടെ കണ്ടോ? ഇതൊക്കെ എവിടെ കാണാന്നറിയോ? ഈ കോമ്പസ് ഒക്കെ എവിടെ ഉണ്ടാവാന്നറിയോ? നിങ്ങൾ എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റ് ബോക്സ് വാങ്ങിയിട്ടുണ്ടോ? എനിബഡി? ആരെങ്കിലും
എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റ് ബോക്സ്. എല്ലാവരും മെക്കാനിക്കുകാരായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പ്രതീക്ഷയൊന്നുമില്ല വാങ്ങിക്കാണെന്ന്. കുറച്ചു പേരെങ്കിലും വാങ്ങിക്കാണെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് ഇയറിൽ ആ ഒരു ചൂടോടെ വാങ്ങി. എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റ് ബോക്സ്. ഓക്കെ, ഇതിനുള്ളിൽ ഈ സാധനം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ നോർമൽ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ കാണില്ല. എഞ്ചിനീയറിംഗ് ഇൻസ്ട്രുമെന്റ് ബോക്സിൽ ഈ പറഞ്ഞ 2 ഇൻസ്ട്രുമെന്റും നമുക്ക് കാണാൻ സാധിക്കും. ലാർജ് കോമ്പസും ബൗ കോമ്പസും. കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ, ഇതുപോലത്തെ ഒരു ഹിഞ്ചൊക്കെ ഉള്ള ടൈപ്പ് കോമ്പസ്. വാങ്ങി വെക്കുക എന്നല്ലാണ്ട് ജീവിതത്തിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവില്ല അല്ലെ. ഇനി നമുക്ക് ആ ഒരു ഐഡിയ കിട്ടിയോ? എന്താണ് സാധനം എന്ന് ഐഡിയ കിട്ടിയോ? എന്താണ് ലാർജ് കോമ്പസ്, എന്താണ് ബൗ കോമ്പസ്? പിന്നെ രണ്ടാമത്തെ കാര്യം, ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് അറിയേണ്ടത് ഇതിൽ നിന്ന് PSC എന്തെങ്കിലും ചോദിക്കുക എന്നുള്ളതാണ്. അറിഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് ഇതിൽ നിന്ന് PSC എന്ത് ചോദിക്കും അത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നോക്കി നോക്കുക, ലാർജ് കോമ്പസ് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത് ഈ 30നും 120നും ഇടയ്ക്കുള്ള സർക്കിളുകളില്ലേ, 30 mm to 120 mm ഡയമീറ്റർ ഉള്ള സർക്കിളുകൾ വരയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പസുകളെ ലാർജ് കോമ്പസ് എന്നും, ഇതിൽ 25 mm അല്ലെങ്കിൽ 30 mm താഴെയുള്ളതിനെ വരയ്ക്കാൻ വേണ്ടി നമുക്ക് ബൗ കോമ്പസും യൂസ് ചെയ്യാം. ഈ 2 ടേമും അതിന്റെ ഡയമെൻഷൻസും കൃത്യമായി തന്നെ നമ്മൾ അറിഞ്ഞിരിക്കുക. ഇനി വലിയ സർക്കിളുകളൊക്കെ വരയ്ക്കാൻ വേണ്ടി ഷീറ്റ് മെറ്റൽ വർക്കിലൊക്കെ നമ്മളൊരു ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്യാറുണ്ട്. ആർക്കെങ്കിലും പറയാൻ പറ്റും വെരി ലാർജ് സർക്കിൾസ് വരയ്ക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേര് എന്താണ്? ജസ്റ്റ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു പേര് അറിയുമെന്ന് അറിയാൻ വേണ്ടി. ഇറ്റ്സ് ട്രാമൽ അല്ലെ, ട്രാമൽ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ദെൻ ഡിവൈഡർ. നെക്സ്റ്റ് ഈസ് ഡിവൈഡർ. ഡിവൈഡറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2 ഫംഗ്ഷൻസ് പ്രധാനമായിട്ടുള്ള 2 ഫംഗ്ഷൻസ് ആണുള്ളത്. ഒന്ന്, ഒരു സ്ട്രെയിറ്റ് ലൈനിനെ നമുക്ക് ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, ഫസ്റ്റ് ഫംഗ്ഷൻ. ദെൻ ട്രാൻസ്ഫറിങ് ഡയമെൻഷൻ ഫ്രം വൺ പാർട്ട് ടു അനദർ. ഓക്കെ, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഒരു ഡയമെൻഷനെ എത്തിക്കുക. അതായത് എന്താ മീൻ ചെയ്യുന്നത്? ഇവിടെ ഒരു 5 mm ഉണ്ടായിരുന്നു, ഒരു സ്ഥലം ഡ്രോയിങ് വരച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഈ നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഈ സാധനം നമ്മൾ മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഡിവൈഡർ നമ്മൾ കൊണ്ടുപോയി എന്നിട്ട് ഇപ്പറെ കൊണ്ടുവച്ചു. അപ്പൊ എന്ത് തന്നെയായിരിക്കും ഇത്? 5 mm തന്നെ മാർക്ക് ചെയ്യാൻ പറ്റും. അതാണ് ട്രാൻസ്ഫർ ചെയ്യുക, ഇവിടെ നിന്ന് ഇവിടേക്ക് മാറ്റുക. പിന്നെയുള്ളത് ഒരു ലൈനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ക്ലിയർ? 2 ഫംഗ്ഷൻസ് ഉള്ളൂ. ട്രാൻസ്ഫർ ആൻഡ് ഡയമെൻഷൻസ് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. എല്ലാവർക്കും നമുക്ക് ആൻസർ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് സമയം കളയുന്നില്ല. ഡിവൈഡർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് വൺ ഈസ് സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ നോർമലി 30 ഡിഗ്രി 60 ഡിഗ്രി 30 ഡിഗ്രി 60 ഡിഗ്രി കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ. മട്ടത്രികോണം എന്നൊക്കെ പറയുന്ന സാധനം അല്ലെ, സെറ്റ് സ്ക്വയർ. സെറ്റ് സ്ക്വയർ 2 ടൈപ്പിലാണ് ഉണ്ടാവുക. ഒന്ന് 30 60 30 60 90. Then next one is 45 45 90. ഇത് രണ്ടും പഠിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് രണ്ടിന്റെയും ലെങ്ത്തിൽ മാറ്റമുണ്ട്. ഓക്കെ, ഇത് നോർമലി ഈ 30 60 90 ലെങ്ത് കുറച്ച് കൂടുതലായിരിക്കും. 25 സെന്റിമീറ്റർ എങ്കിലും ലോങ് കൂടി ഉണ്ടാവും. 25 സെന്റിമീറ്റർ ലോങ് ഉണ്ടാവും. 45 40 90ന്റെ ലോങ് എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആയിരിക്കും. ഇത് രണ്ടും ഓർത്തിരിക്കുക. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത്യാവശ്യം കോസും സൈനും ഒക്കെ അറിയുമല്ലോ അല്ലെ? അത്യാവശ്യം, ഒരുപാടൊന്നും അറിയണ്ട. 30 60. ഇത് നമുക്ക് എവിടെ ആവശ്യം വരികയെന്നറിയോ? പ്രൊജക്ഷൻസ് ഒക്കെ പഠിക്കല്ലേ, നമുക്ക് ആവശ്യം വരും. അപ്പൊ ഇവിടെ cos 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? അതുപോലെ sin 30, cos 60, sin 60 വാല്യൂസ് ഒക്കെ നമുക്ക് അറിയണം. ഒന്നും ബൈഹാർട്ട് ചെയ്യൊന്നും വേണ്ട. ഏറ്റവും കൂടുതൽ 1/2 ഉള്ളത് 30ന്റെ ഓപ്പോസിറ്റ് 60 എഴുതാ. 60ന്റെ ഓപ്പോസിറ്റ് എത്ര എഴുതാ അറിയോ? ഓക്കെ, ഇവിടെ നോക്കാം. cos 30 എന്ന് പറഞ്ഞാൽ എന്താണ്? അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. അപ്പൊ എന്താണ്? √3/2. sin 30 എത്രയാണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ് 1/2. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ വാല്യൂസ് ഒക്കെ അറിഞ്ഞു വെക്കാൻ പറ്റും. ഓക്കെ ഓക്കെ, ഇനി 45 45 90 ആണെങ്കിൽ 1 √2. ഓക്കെ, ഇവിടെ sin 45 എന്താ ചോദിച്ചാൽ sin 45 എന്ന് പറഞ്ഞാൽ 1/√2 ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ക്ലിയർ അല്ലേ?
കാരണം ഇത് ആവശ്യം വരും. കാരണം ചില സമയത്ത് നമുക്ക് ആ റേഷ്യോ വെച്ചിട്ട് വേണം ചില വാല്യൂസ് ഒക്കെ പ്രൊഡക്ഷൻസ് പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ഞാൻ ഇപ്പൊ കൂടെ അങ്ങ് പറഞ്ഞു പോയെന്നുള്ളൂ. നോട്ട് ചെയ്ത് വെച്ചേക്കാം, എവിടെയെങ്കിലും സൈൻ ആയിട്ട് വെച്ചേക്കാം. അറിയുന്നവര് സ്കിപ്പ് ചെയ്യാം. അടുത്തതിലേക്ക് പോവാം. നെക്സ്റ്റ് വൺ, ടി സ്ക്വയർ. ഇതാണ് ടി സ്ക്വയർ എന്ന് പറയുന്ന സാധനം. ഓക്കെ, നോർമലി ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒക്കെ വരയ്ക്കാൻ വേണ്ടി നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന സാധനം ടി സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ ഇതും നമ്മൾ എന്തിലാണ്, ഡ്രോയിങ് ബോർഡിലേക്കാണ് ഇത് ഫിക്സ് ചെയ്യാൻ നോർമലി. അപ്പോൾ ഡ്രോയിങ് ബോർഡിന്റെ ഡയമെൻഷൻസും ഇതിന്റെ ഡയമെൻഷൻസും തമ്മിൽ ഒരു അഗാധ ബന്ധവും. ഇവിടെ നോക്കുക, T0, T1, T2, T3. T0, T1, T2, T3. ഇവിടെ ഒരു 1500, 1000, 700, 500. 1500, 1000, 700, 500. B0 ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് എത്രയായിരുന്നു? ആർക്കെങ്കിലും പറയാമോ? B0 ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് എത്രയായിരുന്നു? 1500 ഇൻറ്റു 1000 ഇൻറ്റു 25. ഓക്കെ, ഇവിടെയോ 1000 ഇൻറ്റു 700 ഇൻറ്റു 25. ഇവിടെ 700 ഇൻറ്റു 500 ടു 15. 500 ഇൻറ്റു 350 ഇൻറ്റു 15. ഇവിടെ നോക്കിയേ, ഇതല്ല ഇവിടെ കിടക്കുന്നത്. ടി സ്ക്വയറിന്റെ ഡയമെൻഷൻ വേറെ പഠിക്കണ്ടല്ലോ. ക്ലിയർ? ഓക്കെ, ഒന്നെങ്കിൽ ടി സ്ക്വയർ, അല്ലെങ്കിൽ ഡ്രോയിങ് ബോർഡ്, അല്ലെങ്കിൽ ഡ്രോയിങ് ഷീറ്റ്, ഏതെങ്കിലും ഒന്ന് ഉറപ്പാണ്. ചിലപ്പോ 1, 2, 3 ഒക്കെ ചോദിക്കുകയും ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ആണ് മിനി ഡ്രാഫ്റ്റ്. അതായത് ഈ ടി സ്ക്വയറിന്റെയും സെറ്റ് സ്ക്വയറിന്റെയും സ്കെയിലിന്റെയും ഫിനോഗ്രാഫിന്റെയും പ്രൊട്ടാക്ടറിന്റെ ഒക്കെ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു കമ്പൈൻഡ് ഇൻസ്ട്രുമെന്റ് ആണ് മിനി ഡ്രാഫ്റ്റ്. വേറെ ഒന്നും അതിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. ഓക്കെ ആണല്ലോ അല്ലെ? ഇറ്റ്സ് എ കമ്പൈൻഡ് ഇൻസ്ട്രുമെന്റ്. 2-3 ക്വസ്റ്റ്യൻ ചോദിക്കാം. ദ ലെങ്ത് ഓഫ് 30-60 സെറ്റ് സ്ക്വയർ, പെട്ടെന്ന് പറഞ്ഞോ. ദ ലെങ്ത് ഓഫ് 30-60 സെറ്റ് സ്ക്വയർ. The length of 30-60 set square. 25 centimeter. Very good. Next question. The lines are equally divided with the help of. Divider, comma, set square, protractor. Divider. Very good. Next one. Which is the hardest pencil grade? ഓക്കെ, ഏതാണ്? 9H. ഇവിടെ നോക്കി കേട്ടോ, 9-ഉം 7-ഉം വരുമ്പോ കൺഫ്യൂസ്ഡ് ആവരുത്. 9-ഉം 7-ഉം വരുമ്പോ കൺഫ്യൂസ്ഡ് ആവരുത്. It's 9H to 7B. Okay. Next one. The total number of quality drawing pencils 6, 12, 18, 3. 19 ആരാ പഠിച്ചേ? എത്രയാണ്? 18. Very good. Next. Typing mistake. Combined instrument for T-score, set score, protractor, and scale. Okay, mini drafter. Okay. Next. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വീണ്ടും വരും കേട്ടോ. ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ വീണ്ടും കയറി വരും. പക്ഷേ നമ്മൾ പറഞ്ഞ പോയിന്റ്സിൽ നിന്ന് ഒരു പോയിന്റ് പോലും നമുക്ക് എന്ത് ചെയ്യാനില്ല, സ്കിപ്പ് ചെയ്യാനില്ല. എല്ലാ സാധനവും സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ പോയിന്റിലേക്ക് എത്തിച്ചത്. ഇനി നമ്മൾ ഇതിൽ നിന്നും ഒരു സ്കിപ്പിംഗ് ഇല്ല. അതെല്ലാവരും മനസ്സിലാക്കണേ. ഓക്കെ, ക്രാഷ് കോഴ്സിൽ പിന്നെ എന്തില്ല, പിന്നെ നമ്മൾ ഉടായ്പ കാണിക്കാൻ പാടില്ല. കറക്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാനും പറ്റും, റാങ്ക് മേക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, ദെൻ ഡയമെൻഷനിങ്. നല്ല രസകരമായ ചോദ്യങ്ങൾ വരുന്ന, നമുക്ക് ഒരുപാട് തെറ്റു വരുന്ന ഒരു സ്ഥലമാണ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചൊരു ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കണം. എന്റെ തൊണ്ട പറ്റെന്ന് പറയാനെടുക്കും. ഓക്കെ,
ഡയമെൻഷനിങ്ങും അതുപോലെ തന്നെ 2-3 ടോപ്പിക് കൂടെ തീർക്കാണ്ട് തീർത്തിട്ട് നിർത്താമെന്ന് വിചാരിച്ചിട്ട് ഒരു 11:05 11:05. ഓക്കെ, ഓക്കെ ആണല്ലോ. കോൺസെൻട്രേഷൻ പോയി തുടങ്ങിയോ? കോൺസെൻട്രേഷൻ പോയി തുടങ്ങിയോ? കാരണം ഈ ഒരുപാട് ലോഡ് വരുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. കാരണം നമുക്ക് സാധാരണ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് കുറച്ച് എഴുതാനും ഇതിനൊക്കെ സമയം കിട്ടും. ഇവിടെ നമ്മളിങ്ങനെ അടിച്ചു വിട്ട് പോകുന്നതിന്റെ ബുദ്ധിമുട്ട് എല്ലാവർക്കും ഉണ്ട്, അതിനോ. ഓക്കെ ഓക്കെ, എന്നാൽ ഡയമെൻഷനിൽ പോവാം. ഡയമെൻഷൻ PDF വരാം കേട്ടോ, എന്തായാലും PDF ഞാൻ ഇപ്പൊ തന്നെ ഇത് കഴിഞ്ഞ അപ്പൊ തന്നെ ഞാൻ സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്തോളാം. അല്ലെങ്കിൽ ഓക്കെ ഓക്കെ ഓക്കെ, അല്ലെങ്കിൽ നേരിട്ട് PDF ആയിട്ട് തന്നെ ഗ്രൂപ്പിൽ ഇട്ടേക്കാം, കുഴപ്പമില്ല. ഓക്കെ, ദെൻ ഡയമെൻഷനിങ്. ഡ്രൈവ് കിട്ടും, ഡ്രൈവ് അയക്കാം, ഡ്രൈവിൽ തന്നെ ചെയ്യാം. അതാകുമ്പോൾ സുഖമാണ്, അതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് പോയാൽ മതിയല്ലോ അല്ലെ. അത് ചെയ്യാം. നമ്മള് റെക്കോർഡ് ക്ലാസ്സും കിട്ടും, അതൊന്നും പേടിക്കണ്ട. ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുന്നല്ലോ. റെക്കോർഡ് ക്ലാസ്സും തരും, PDF തരും, എല്ലാ സാധനവും തരും. ഓക്കെ, ഓൺലൈൻ ക്ലാസ് വരുന്നത് നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കൊണ്ട് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കില്ല, ഒബ്വിയസ്ലി. ഓക്കെ, എല്ലാം ശരിയാക്കാം. ഡ്രൈവിലേക്ക് ചെയ്യാം കേട്ടോ. അനോട്ടേഷൻ ഉള്ള PDF തരല് കുറച്ച് റിസ്ക് ആണ്, കാരണം അത് ഒരുപാട് സൈസ് വരും കൺവേർട്ട് ചെയ്യുമ്പോൾ. അത് ഞാൻ നോക്കിയിട്ട് പറയട്ടോ. അത് നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പോയാൽ മതി. അനോട്ടേറ്റ് ചെയ്തിട്ട് എക്സ്ട്രാ പോയിന്റ് കിട്ടുന്നത് മാത്രം ഒന്ന് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഒരുപാട് പേർക്ക് മെയിൽ അയച്ചിട്ടുണ്ടായിരുന്നു. ഇല്ലാത്തവർ ജസ്റ്റ് ഒന്ന് മെസ്സേജ് ചെയ്ത് ഞാൻ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തോളാം, അല്ലെങ്കിൽ മറ്റേ നമ്പറിൽ അതിലേക്ക് ജസ്റ്റ് മെസ്സേജ് ചെയ്ത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ബാക്ക് ടു ക്ലാസ്. ചർച്ചകൾക്ക് വിരാമം. ഓക്കെ, ദെൻ ഡയമെൻഷനിങ്. അപ്പൊ ഈ ഡയമെൻഷനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു നമ്മുടെ ഒരു ഡീറ്റെയിൽ, ഓക്കെ, ഈവൻ ദോ അത് ഒരു അളവാവാം, അല്ലെങ്കിൽ ഒരു റിട്ടേൺ ഇൻഫർമേഷൻ ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അതായത് റിട്ടേൺ ഇൻഫർമേഷനോ അല്ലെങ്കിൽ ഒരു സംഭവങ്ങളോ അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു സാധനം നമ്മൾ ഈ പേപ്പറിലേക്ക് കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഡയമെൻഷനിങ് എന്ന് പറയാം. ഓക്കെ ആണല്ലോ. റിട്ടേൺ ഇൻഫർമേഷൻ എന്ത് നമ്മളിലേക്ക് കൊടുക്കുന്നത് അതൊക്കെ എന്തിന്റെ ഗണത്തിലാണ് വരുന്നത്? ഡയമെൻഷനിങ്ങിന്റെ ഗണത്തിലാണ് വരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ലെറ്ററിങ് വരെ ഇമ്പോർട്ടന്റ് ആവുന്നത്. ഓക്കെ, റിട്ടേൺ ഇൻഫർമേഷൻ ഡയമെൻഷനിങ് ആൻഡ് ലെറ്ററിങ്. അപ്പൊ ഈ ഡയമെൻഷനിങ്ങിന്റെ അതേ ഒരു ഇതാണ് നമ്മൾ എന്തിലും കീപ്പ് ചെയ്യുക, ലെറ്ററിങ്ങിലും കീപ്പ് ചെയ്യുക. ലെറ്ററിങ്ങിലും അതേ ഇത് തന്നെയാണ് നമ്മൾ കീപ്പ് ചെയ്യുക. ഓക്കെ ആണല്ലോ. ഇത് ആദ്യമേ മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഈ ഡയമെൻഷനിൽ കുറെ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഇവിടെ നോക്കുക, ആരോ ഹെഡ് ഉണ്ട്, ഡയമെൻഷൻ ലൈൻ ഉണ്ട്, എക്സ്റ്റൻഷൻ ലൈൻ ഉണ്ട്, ഒബ്ജക്ട് ലൈൻ ഉണ്ട്, കുറെ കാര്യം. ഈ ഒബ്ജക്ട് വരയ്ക്കുന്ന ഈ സംഭവത്തിനെയാണ് നമ്മൾ ഒബ്ജക്ട് ലൈൻ എന്ന് പറയുന്നത്. ഒബ്ജക്ട് വരയ്ക്കുന്നതിന് ഒബ്ജക്ട് ലൈൻ എന്ന് പറയുന്നു. ഡയമെൻഷൻ ചെയ്യുന്നതിന് ഡയമെൻഷൻ ലൈൻ എന്ന് പറയും. ഡയമെൻഷൻ ലൈനെയും ഒബ്ജക്ട് ലൈനെയും കണക്ട് ചെയ്യുന്ന ആളുടെ പേരാണ് എക്സ്റ്റൻഷൻ ലൈൻ. ഇസ് ഇറ്റ് ക്ലിയർ? കാരണം അവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനം അത് തന്നെയാണ്. ഒബ്ജക്ട് ലൈനെയും ഡയമെൻഷൻ ലൈനെയും കണക്ട് ചെയ്യുന്ന ആളുടെ പേരാണ് എക്സ്റ്റൻഷൻ ലൈൻ. ഓക്കെ, പിന്നെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ ഇതിൽ ഫോളോ ചെയ്യാറുണ്ട്. കാരണം ഇതിന് ഇത്ര എമൗണ്ട് വിട്ടിട്ട് വേണം, അങ്ങനെ കുറെ കാര്യം പറയുന്നത്. അതിന് പ്രത്യേകിച്ച് ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ പറയുന്നില്ല. നോർമലി 10 mm മേലെ ഇതൊക്കെയാണ് നമ്മൾ കൊടുക്കുക. പിന്നെ ഇത് മ്യൂച്വൽ ക്രോസിംഗ് പാടില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊരു PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അത്ര വരില്ല. പക്ഷെ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഒബ്ജക്റ്റീവ് ഒക്കെ കറക്റ്റ് പഠിക്കണം. ഇവിടെ ഞാനൊരു PSC പോയിന്റ് ഓഫ് വ്യൂ ഒരു കാര്യം പറയാണ്. ഇതിന്റെ ആരോ ഹെഡ് നോക്കിയേ. പണ്ട് ഡ്രോയിങ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വട്ടിട്ട് വരുന്ന ടീച്ചർ വട്ടിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഈ ആരോ ഹെഡ് എന്ന് പറയുന്ന സ്ഥലം. എന്തുകൊണ്ടാണ് ആ വട്ടിട്ട് വരുന്നത്? അതിന്റെ റേഷ്യോ ലെങ്ത് 3 വിഡ്ത് 1 3:1. ഓക്കെ, അതുപോലെ ഇന്റേണൽ ആംഗിൾ, ഇവിടെയുള്ള ഈ ആംഗിൾ ഇത് എവിടെ വരെ വേരി ചെയ്യാം? 15 ഡിഗ്രി തൊട്ട് 90 ഡിഗ്രി വരെ വേരി ചെയ്യാം. അപ്പൊ മിനിമം ആംഗിൾ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കണം? 15 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, മിനിമം 15, മാക്സിമം 90. അപ്പൊ റേഞ്ച് 15 to 90. ഓക്കെ, ഇനി
നമ്മളിത് ഇങ്ങനെ എഴുതാം കേട്ടോ. ഞാൻ പറയാം. അടുത്ത 2 ടൈപ്പ് ഡയമെൻഷൻ സിസ്റ്റം ഉണ്ട്, അലൈൻഡ് സിസ്റ്റം ആൻഡ് യൂണിഡയറക്ഷണൽ സിസ്റ്റം. ഓക്കെ, അപ്പൊ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സംഭവമാണ് അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് എന്ന് പറയുന്നത്. അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈൻ എങ്ങനെ വരയ്ക്കുന്നോ അതിന് പെർപെൻഡിക്കുലർ. ലൈൻ ഇങ്ങനെ വരച്ചു, അപ്പൊ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മുടെ ഡയമെൻഷൻ പ്ലേസ് ചെയ്തത്. ലൈൻ ചെരിച്ചു വരച്ചു, ഈ ചെരിച്ചു വരച്ചതിന് പെർപെൻഡിക്കുലർ ആയിട്ട് പ്ലേസ് ചെയ്യുന്നു. ഇനി ഇത് ഇങ്ങനെ വരച്ചു, ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യുന്നു. ക്ലിയർ? ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ ഡയമെൻഷൻ പ്ലേസ് ചെയ്യുന്നത്. നമ്മുടെ ബേസിനെ അല്ലെങ്കിൽ നമ്മുടെ ബേസിക്കിനെ, നമ്മുടെ ഡ്രോയിങ് ഷീറ്റിന്റെ ബേസിക്സിനെ നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നില്ല, കണക്ട് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് തെറ്റ് വരുന്നത് എന്താന്ന് വെച്ചാല് നമ്മൾ ഇങ്ങനെ എഴുതുന്നില്ലേ, ഇവിടെ നോക്കിയേ, ഈ 100 ഇങ്ങനെ എഴുതി. ഇത് എപ്പോഴെങ്കിലും ഇങ്ങനെ എഴുതുന്നത് കാണാറുണ്ടോ? 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 കാണില്ല. സ്റ്റാൻഡേർഡ് പ്രകാരം തെറ്റാണ്. അത് അതിന്റെ ഒരു പോയിന്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് എഴുതാൻ കാര്യം. ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്, vertical dimensions are placed from right side. Horizontal dimensions are placed from bottom side. ഇത് രണ്ടും ഓർത്ത് വെച്ചോട്ടോ, ഈ റൈറ്റും ബോട്ടും ഓർത്ത് വെച്ചോ. കാരണം വെർട്ടിക്കൽ ഡയമെൻഷൻസ് റൈറ്റ് സൈഡ് ആണോ ലെഫ്റ്റ് സൈഡ് ആണോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ആക്ച്വലി ക്ലോക്ക് വൈസിനെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ്. ഇത് നോക്കുക, ഇങ്ങനെ 100 എഴുതുന്നു, ഇങ്ങനെ കറങ്ങി ഇങ്ങനെ 100 എഴുതുന്നു. ഓക്കെ, ഇതാണ് നമ്മൾ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ നമ്മൾ ഇങ്ങനെ എഴുതുന്ന രീതി ഉണ്ടല്ലോ, കാരണം ഇത് നമുക്ക് എഴുതാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് എഴുതാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ എഴുതാൻ തന്നെ എത്ര ബുദ്ധിമുട്ടാന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഒരു പേപ്പറിൽ ഡയമെൻഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എഴുതാൻ ഞാൻ തന്നെ ഇപ്പൊ ഇവിടെ ഒന്നിട്ട് ഇങ്ങനെയൊക്കെ എഴുതണ്ടാവും. മറ്റേ നമുക്ക് നമ്മൾ തന്നെ ഒന്ന് ചെരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും. ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? Vertical dimensions are written from right side. It's very 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 important. ഇത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റിപ്പോകും, കാരണം അതൊരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു കൺസെപ്റ്റ്, കാരണം നിങ്ങൾക്ക് എവിടെ അത് എന്താ പറയാ ബുക്കിലെ കാര്യങ്ങളൊന്നും അതിങ്ങനെ കാണാൻ പറ്റില്ല. ആൻഡ് horizontal dimensions are from bottom side എന്നാ പറയാ. ബോട്ടം സൈഡ് നമ്മൾ ഇത് ഇങ്ങനെ എഴുതും നോർമലി, അതായത് നമ്മൾ നോർമലി ഇങ്ങനെ എഴുതുന്നതാണ് ബോട്ടം സൈഡ് എന്ന് പറയുന്നത്. ബോട്ടം സൈഡ്. ഓക്കെ ആണല്ലോ? ഇസ് ഇറ്റ് ക്ലിയർ? ഇറ്റ്സ് ഇറ്റ് ക്ലിയർ? നല്ല ക്വസ്റ്റ്യൻ വരും, സംശയം വരും, നമ്മൾ കറക്റ്റ് ആയിട്ട് അത് ഓർത്ത് വെച്ചില്ലെങ്കിൽ തെറ്റിയും പോകും. കാരണം നമ്മൾ ലെഫ്റ്റ് റൈറ്റ് ആദ്യമായിട്ട് കേൾക്കായിരിക്കും, അതുകൊണ്ട് നമുക്ക് തെറ്റും, നമുക്ക് അറിയാത്തോണ്ടല്ല. PSC നമുക്ക് റിസ്ക് എടുക്കാൻ തോന്നുന്നില്ല പെട്ടെന്ന്. ആ ക്വസ്റ്റ്യൻ അഥവാ തെറ്റിയ 1.33 പോകില്ലേ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പൊ നമുക്ക് എന്ത് വേണം, നല്ല വ്യക്തത വേണം ഇത് ആൻസർ ചെയ്യണമെങ്കിൽ. ദെൻ യൂണിഡയറക്ഷണൽ സിസ്റ്റം. യൂണിഡയറക്ഷണൽ സിസ്റ്റം ലൈൻ എങ്ങനെ വേണമെങ്കിലും പോയിക്കോട്ടെ, നമ്മൾ എങ്ങനെ വരയ്ക്കുള്ളൂ, നമ്മൾ ഇങ്ങനെ മാത്രമേ ഡയമെൻഷൻ ചെയ്യുള്ളൂ. ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, നമ്മൾ ഇങ്ങനെ ചെയ്യുള്ളൂ. ഇവിടെ നമ്മൾ ഈ ഡയമെൻഷൻ ലൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഇതിന്റെ സെന്ററിലാണ് എന്ത് പ്ലേസ് ചെയ്യുക, നമ്മൾ ഡയമെൻഷൻ പ്ലേസ് ചെയ്യുക. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് യൂണിഡയറക്ഷൻ. അതായത് ഒറ്റ ഡയറക്ഷനെ നമ്മൾ ഇവിടെ പോകുള്ളൂ, യൂണിഡയറക്ഷൻ. ഇപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇൻ യൂണിഡയറക്ഷണൽ സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ്, in unidirectional system of dimensioning, vertical dimensions are placed. Vertical dimensions are placed from top, from bottom, from right, from left. Which will be the answer? ഏതായിരിക്കും ആൻസർ വരിക? ഏതായിരിക്കും ആൻസർ വരിക? എങ്ങനെയാണ് ഡയമെൻഷൻ പ്ലേസ് ചെയ്യുന്നത് ഇവിടെ? ഫ്രം ബോട്ടം സൈഡ്. ഓക്കെ ആണല്ലോ? കാരണം എന്തല്ല, നമ്മൾ ഇവിടെ ഇങ്ങനെയല്ല എഴുതുന്നത്, ഇങ്ങനെയല്ല എഴുതുന്നത്. ഓക്കെ, എല്ലാം ഒരേപോലെ എഴുതുന്നത്. അപ്പൊ എന്താണ്, യൂണിഡയറക്ഷണൽ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ എല്ലാം എന്താണ്, ഫ്രം ബോട്ടം സൈഡ് ആണ്. എല്ലാം ഫ്രം ബോട്ടം സൈഡ് ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യോ. ക്ലിയർ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് റെസ്പോണ്ട് ചെയ്യോ, അല്ലെങ്കിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യും. ക്ലിയർ ആണ്? ഓക്കെ ഓക്കെ, ക്ലിയർ. ഓക്കെ, ദെൻ
ഇത് 2 ഡയമെൻഷൻ മെത്തേഡ് കാണിക്കുന്നതാണ്. നോർമലി നമ്മൾ കീപ്പ് ചെയ്യാറ് അലൈൻഡ് സിസ്റ്റം ആണ്. പക്ഷെ BIS രണ്ടും നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അപ്രൂവ് ചെയ്തിട്ടുണ്ട്. BIS പ്രകാരം നമുക്ക് യൂണി ഡയറക്ഷനോ അല്ലെങ്കിൽ അലൈൻഡ് സിസ്റ്റം ഡയമെൻഷനോ ചൂസ് ചെയ്യാം നമ്മുടെ ഒരു ഇതുപോലെ. പക്ഷെ ഒരെണ്ണത്തിൽ തന്നെ നമ്മൾ രണ്ടും കൂടെ മിക്സ് ചെയ്യുന്ന പരിപാടി പാടില്ല എന്ന് മാത്രം. പിന്നെ ഇത് ജസ്റ്റ് ഒരു ഇൻകറക്റ്റ് ആൻഡ് കറക്റ്റ് ഡ്രോയിങ് ഞാൻ ഇവിടെ കാണിച്ചെന്നുള്ളൂ. ജസ്റ്റ് ഒരു നമ്മുടെ ഒരു മെമ്മറി ടെസ്റ്റ് വേണ്ടി മാത്രം. അതുപോലെ നോർമലി നമ്മൾ MMലാണ് ഡയമെൻഷൻസ് പറയാം. ഒരു ഡയമെൻഷൻ മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. 0ക്ക് പകരം 0.5 എന്ന് എഴുതുന്നത് 0.5 എന്ന് ഇടാവുള്ളൂ. MMs എഴുതരുത്, MM എന്ന് മാത്രമേ എഴുതാവുള്ളൂ. ഓക്കെ, അബ്രിവിയേഷൻസ് MMs എന്ന് എഴുതാൻ പാടില്ല. കാരണം ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നോണ്ടാട്ടോ ഇങ്ങനെ തന്നെ എഴുതുന്നത്. സിമ്പിൾ കാര്യങ്ങളാണ്. MMs എന്ന ഓപ്ഷൻസ് കാണുമ്പോൾ സംശയം വരുന്നത് MM എന്ന് മാത്രം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാനാണ്. ഡയമെൻഷനിങ്ങിൽ നിന്ന് അത്രയും അറിഞ്ഞാൽ മതി. ഡയമെൻഷനിൽ നിന്ന് അത്രയും ഭാഗം അറിഞ്ഞാൽ മതി. അതിൽ കൂടുതലൊന്നും ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ ക്വാഡ്രിലാറ്ററൽ. ട്രയാങ്കിൾ നമുക്ക് കുറെ അറിയാം. ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ 4 സൈഡുള്ള സംഭവത്തെ നമ്മൾ പറയുന്ന പേരാണ് ക്വാഡ്രിലാറ്ററൽ. ഇത് കുറെ ടൈപ്പ് ഉണ്ട്, എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഏരിയയാണ്. അതിൽ ആദ്യത്തെ ആളുടെ പറയുന്ന പേരാണ് സ്ക്വയർ. ഓൾ സൈഡ് ഈക്വൽ, ആംഗിൾ റൈറ്റ് ആംഗിൾ. നെക്സ്റ്റ് റെക്ടാംഗിൾ, ഓപ്പോസിറ്റ് സൈഡ് ആർ ഈക്വൽ, ഓൾ ആംഗിൾ റൈറ്റ് ആംഗിൾ. എല്ലാവർക്കും അറിയാലോ. ഇനി സ്ക്വയറിനെ നമ്മളൊന്ന് ചിരിച്ചു. സ്ക്വയറിനെ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തി. ഇതായിരുന്നു സ്ക്വയർ. ഞാൻ ഇവിടുന്ന് പുഷ് ചെയ്തെന്ന് വിചാരിക്കാം. ഇത് ഇങ്ങനെ ഒരു ഷേപ്പിലേക്ക് മാറി. സൈഡൊക്കെ ഈക്വൽ ആണ്, ബട്ട് ആംഗിൾ എന്തല്ല, റൈറ്റ് ആംഗിൾ അല്ല. അതിനെ പറയുന്ന പേരാണ് റോംബസ്. ക്ലിയർ? റോംബസ് എന്താണെന്ന് മനസ്സിലായല്ലോ. സ്ക്വയറിന്റെ എസ് ഇവിടെ കിടക്കുന്നുണ്ട്. റോംബസ് ഫ്രം സ്ക്വയർ. ഈ റോംബസ് റോംബോയിഡ് ഭയങ്കര പ്രശ്നക്കാരനാണ്, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. റോംബസ് ഫ്രം സ്ക്വയർ. ക്ലിയർ? നെക്സ്റ്റ് റോംബോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാംഗിളിന് മാറ്റം വരുന്നു. ഓക്കെ, റെക്ടാംഗിളിന് മാറ്റം വരുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ. പക്ഷെ എന്തല്ല, നോൺ 90 ഡിഗ്രി. അത് അറിയപ്പെടുന്ന പേരാണ് റോംബോയിഡ്. റോംബസ് റോംബോയിഡ് കിട്ടിയോ? റോംബസ് ആൻഡ് റോംബോയിഡ് കിട്ടിയോ? ക്ലിയർ ആണോ? ഓക്കെ, ദെൻ ട്രപ്പസോയിഡ്. ഒരു സൈഡ് റെഡിയാണ്, പാരലാണ്. മറ്റേ സൈഡ് പാരലല്ല. ഇതിനറിയപ്പെടുന്ന പേരാണ് ട്രപ്പസോയിഡ്. ദെൻ ട്രപ്പേസിയം, ഒരു സൈഡും പാരലല്ല. ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കാം. നോക്കിയോ, സ്ക്വയറിൽ നിന്ന് റോംബസിലേക്കുള്ള ഒരു വര, സ്ക്വയറിൽ നിന്ന് റോംബസിലേക്ക്, റെക്ടാംഗിൾ നിന്ന് റോംബോയിഡിലേക്ക്, ദെൻ ട്രപ്പസോയിഡ്, ട്രപ്പേസിയം. ഓക്കെ, ഈ ട്രപ്പസോയിഡിന്റെ ഡെഫിനിഷൻ എനിക്ക് തോന്നുന്നു PI വർഗീസിന്റെ ബുക്കിൽ മാത്രം മാറ്റിയാ കൊടുത്തിരിക്കുന്നത്. ട്രപ്പസോയിഡ് അങ്ങോട്ട് മാറ്റിയാ കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോ ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, PI വർഗീസിന്റെ ബുക്കിൽ ചെറിയ മാറ്റമുണ്ട്. കാരണം ഞങ്ങൾക്ക് ഡൗട്ട് വന്നേക്കാം, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴേ പറയുന്നത്. ഒരു കൺട്രി സ്റ്റാൻഡേർഡ് വെച്ചിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവന്നതാണ്. നമ്മുടെ PSC ഫോളോ ചെയ്യുന്ന ട്രപ്പസോയിഡ് ഇതും ട്രപ്പേസിയതുമാണ്. ചില ടെക്സ്റ്റ് ബുക്കുകൾ അങ്ങോട്ട് മാറ്റം വരാം. കൈൻഡ്ലി നോട്ട്. ഓക്കെ, ഇനി അഥവാ PSCക്ക് മാറി വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഒബ്ജക്ഷൻ ചെയ്യാം. കാരണം ഇത് മുമ്പ് PSCക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? നോട്ട് ചെയ്തോ? നെക്സ്റ്റ്, പോളിഗൺസ്. മോർ ദാൻ ഫോർ വന്നാൽ നമ്മൾ നോർമലി പോളിഗൺ എന്നാണ് പറയാ. പോളിഗൺസ്. ഓക്കെ, 4 ആക്ച്വലി പോളിഗൺ ആയിട്ട് തന്നെ പറയാം. 3 4 ഒക്കെ പോളിഗൺ തന്നെയാണ്. എനിവേ നമുക്ക് പ്രധാനമായിട്ടും പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, നൊനാഗൺ, ഡെക്കാഗൺ, അൺഡെക്കാഗൺ, ഡൂഡെസാഗൺ. ഓക്കെ, ഡെസാഗൺ, ഡെക്കാഗൺ എന്തെങ്കിലും പറഞ്ഞോ. പ്രൊനൗൺസിയേഷൻ നോട്ട് ആൻ ഇമ്പോർട്ടന്റ് മാറ്റർ. അപ്പൊ ഇവിടെ ഈ 11ഉം 12ഉം വെരി 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 ഇമ്പോർട്ടന്റ്. 11ഉം 12 എവിടെ എഴുതിയേ? അൺഡു.
അണ്ടു എന്നുള്ള വാക്ക് എല്ലാവർക്കും ഓർമ്മയില്ല? അണ്ടു 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 എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ള വാക്കാണല്ലോ. ഫസ്റ്റത്തെ രണ്ടക്ഷരം 11, രണ്ടാമത്തെ രണ്ടക്ഷരം 12. അൻഡു. ബാക്കി എല്ലാവർക്കും അറിയാലോ അല്ലെ? 5 തൊട്ട് 10 വരെ എല്ലാവർക്കും അറിയാലോ അല്ലെ? പെന്റഗൺ, ഹെക്സഗൺ, ഹെപ്റ്റഗൺ, ഒക്ടഗൺ, ഡെനാഗൺ, ഡെക്കാഗൺ. ഇത് ആരും തെറ്റിക്കില്ലല്ലോ. തെറ്റിക്കാൻ പോകുന്നത് 11 ആര് 12 ആരെന്ന് ചോദിച്ചാൽ മാത്രമായിരിക്കും. അത് നമ്മൾ അൻഡു എന്ന് പഠിച്ചു വെച്ചു. അൺ ഡെക്കാഗൺ ആണ് 11, ഡു ഡെക്കാഗൺ ആണ് 12. ഓക്കെ, ക്ലിയർ അല്ലേ? ഈ പോയിന്റ് വരെ ക്ലിയർ അല്ലേ? ഈ ഒരു പർട്ടിക്കുലർ പോയിന്റ് വരെ ക്ലിയർ അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ദെൻ വൺ ഓഫ് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് സം ഓഫ് ഇന്റീരിയർ ആംഗിൾ ആൻഡ് സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ. അപ്പൊ തൽക്കാലം ഒരു സംഭവം വരയ്ക്കാം. ഇതെല്ലാം കൂടെ കൂട്ടുന്നതാണ് ഇന്റേണൽ ആംഗിൾ എന്ന് പറയുന്നത്. ഇന്റേണൽ ആംഗിൾ. ഇപ്പൊ ഇവിടെ സമ്മ ചോദിച്ചിരിക്കുന്നത്. സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് 2n - 4 into 90. ഓക്കെ, അപ്പൊ ഒരു ഹെക്സഗൺ ആണെന്ന് വിചാരിക്കുക. അതിന്റെ സം ഓഫ് ഇന്റേണൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? സം ഓഫ് ഇന്റേണൽ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? ടു ഇൻറ്റു 6 - 4. ഇവിടെ 6 - 4 ആദ്യം ചെയ്യരുത്. 2 6 ആദ്യം ചെയ്യാം. കാരണം നമുക്ക് അതിന്റെ റൂളൊക്കെ അറിയാം, ബോർഡ് മാസ് ഒക്കെ അറിയുന്നതാണ്. അപ്പൊ എന്താണ് 12 - 4 8 8 × 9 720. ക്ലിയർ? സം ഓഫ് ഇന്റേണൽ ആംഗിൾ ഇക്വേഷൻ ഇതാണ്. ഇനി ഇവിടെ നോക്കിയേ, ഇതാണ് എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത്. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ എപ്പോഴും ഏതിന്റെ എടുത്താലും ഇത് തന്നെയായിരിക്കും, 360 ഡിഗ്രി തന്നെയായിരിക്കും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് കേട്ടോ, അത് ഓർത്തിരിക്കുക. അത് കൃത്യമായി തന്നെ ഓർത്തിരിക്കുക. സം ഓഫ് എക്സ്റ്റീരിയർ ആംഗിൾ ഏത് പോളിഗന്റെ എടുത്താലും എത്രയായിരിക്കും? 360 ഡിഗ്രിയാണ്. ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യരുത്. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി. ഇന്റീരിയർ ആംഗിളിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, 2n - 4 × 90. ഓക്കെ, ക്ലിയർ ടിൽ നൗ? ഇത്രയും കാര്യങ്ങൾ സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇനി വേറൊരു കാര്യം കൂടെ ചോദിക്കാറുണ്ട്. ഒരു റെഗുലർ ഹെപ്റ്റഗൺ അല്ലെങ്കിൽ റെഗുലർ ഹെക്സാഗൺ ഒക്കെ തന്നിട്ട് അതിന്റെ ഒരു ആംഗിൾ കണ്ടുപിടിക്കാൻ. എഴുതിക്കോ, ഇത് എവിടെ അങ്ങനെ കാണാത്ത ഇക്വേഷൻ കേട്ടോ. 180 - 360 / n. അതിങ്ങനെ പ്രാക്ടീസ് ചിലപ്പോൾ നിങ്ങൾ എവിടെയും കാണാം. ഞാൻ ഉണ്ടാക്കിയാന്ന് അവകാശപ്പെടുന്നൊന്നുമില്ല, എന്നാൽ ഇങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. 180 - 360 / n. കാരണം എല്ലാരും ഇത് കണ്ടുപിടിച്ച് 720/6 ഒക്കെ ചെയ്യാറുണ്ട്. അതൊന്നും ചെയ്യണ്ട. 180 - 360 / n എന്ന് ചെയ്ത് നോക്കിയേ. ഇപ്പൊ 6 വശം ഉണ്ടെന്ന് വിചാരിക്കാം. 180 - 360/6 120 ഡിഗ്രി. ക്ലിയർ? - 360/n. അങ്ങനെ എന്തായാലും 180 താഴെ ഡിഗ്രി ആയിരിക്കും ഉറപ്പായിട്ടും. കാരണം 2 വർഷം വെക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇതായി കഴിഞ്ഞാൽ പറ്റില്ല. ഇതാണ് 180 ഡിഗ്രി. അപ്പൊ എന്തായാലും ഇതിനെക്കാട്ടും കുറവുള്ള ഒരു ആംഗിൾ ആണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 360/n ചെയ്യാം. ഓക്കെ, 1 എക്സ്റ്റേണൽ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? റെഗുലർ ആണെങ്കിൽ ഡിവൈഡഡ് ബൈ എത്രയാണോ ചെയ്താൽ പോലെ. മൊത്തം എന്തായാലും 360 അല്ലേ ഉള്ളൂ. അജിത്തെ n - 2 × 180/n. നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോട്ടോ. ഇതിലേക്ക് വരണമെന്നില്ല. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഒരു പെന്റഗണിന്റെ ഇന്റേണൽ ആംഗിൾ എന്ന് പറഞ്ഞേ. പെന്റഗണിന്റെ ഒരു ഇന്റേണൽ ആംഗിൾ 1 ഇന്റേണൽ ആംഗിൾ ഓഫ് പെന്റഗൺ എന്ത് ചെയ്താൽ മതി? 180 - 360/5 36 5 എത്ര വരും? 72 അല്ലേ? 180 - 72 108 ഡിഗ്രി. ക്ലിയർ? കിട്ടിയോ? 104 വരുമോ? ശരി, 108 അല്ലേ? 360. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരാണ്ട് നോക്കണേ. ഓക്കെ,
അപ്പൊ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് മെല്ലെ വൈൻഡ് അപ്പ് ചെയ്യാം. നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യും, ഇതുമായി ബന്ധപ്പെട്ട കുറെ ക്വസ്റ്റ്യൻസ് ആദ്യം നമ്മളങ്ങ് പ്രാക്ടീസ് ചെയ്യും. അത് റിവിഷൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, അടുത്ത ടോപ്പിക്കിലേക്ക് ലൈക്ക് നമ്മൾ മുമ്പ് ചെയ്യുന്ന ആ രീതിയാണ്. കാരണം ഇന്ന് തന്നെ ചെയ്താൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഓർമ്മയുണ്ടോ? ഞങ്ങളെല്ലാം ആൻസർ ചെയ്യും. നാളെ ചെയ്യാൻ പറ്റുമോ നോക്കാം. പിന്നെ സമയം വൈകിയത് ഒരു കാര്യമാണ്. ഇന്ന് തന്നെ അയക്കാം. ഞാൻ ഇതിന്റെ ക്വസ്റ്റ്യൻ അടക്കമുള്ള PDF ആക്കി ആൻസർ ചെയ്യാൻ ശ്രമിക്കും കേട്ടോ എന്തായാലും. ഓക്കെ, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഈ ക്ലാസ്സിന്റെ റെക്കോർഡ് സെക്ഷൻ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുക? ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുമല്ലോ. ഇപ്പൊ അപ്ലോഡ് ചെയ്യും. പിന്നെ ട്രാൻസ്കോഡിംഗ് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നതാണ്. എന്തായാലും നാളെ രാവിലത്തോടു കൂടി നിങ്ങളുടെ സംഭവം അക്കൗണ്ടിൽ സാധനം ഉണ്ടാവും. വിമിയോ പേജ് ചെയ്തിട്ടില്ല. നമുക്ക് തൽക്കാലം നമ്മുടെ ആപ്ലിക്കേഷൻ വഴി പോകൂലേ? നോക്കാം, ഞാൻ അയച്ചുതരാം. സെപ്പറേറ്റ് മെയിൽ അയക്കാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഏകദേശം 11 മണി കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. കറക്റ്റ് 1 മണിക്കൂർ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ അടുത്ത ക്ലാസ്സിന് മുമ്പ് ഈ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിന്റെ ബാക്കിയാണ് നമ്മൾ എടുക്കുക. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടൊക്കെ വന്നാൽ നമുക്ക് കുറച്ചും കൂടി ഇങ്ങനെ സ്പീഡിൽ പോകാട്ടോ. കാരണം ഇതൊരു ക്രാഷ് കോഴ്സ് ആണ്. കംപ്ലീറ്റ്ലി എന്താ പറയാ, ക്ലാസ് കഴിഞ്ഞിട്ട് പഠിക്കാന്ന് വിചാരിക്കരുത് ഒരിക്കലും. നമ്മൾ ഇതിങ്ങനെ പാരലായിട്ട് നടന്നുകൊണ്ടിരുന്നോ. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. കൃപരാജ് ഈ കോഴ്സിൽ മാത്രമേ ഉള്ളൂ, നമ്മുടെ ആദ്യമായിട്ടാണോ അല്ലെ? ഓക്കെ പ്രവീൺ, ഓക്കെ, ഗുഡ് നൈറ്റ് പ്രവീൺ. ഓക്കെ, അപ്പൊ മെല്ലെ വൈൻഡ് അപ്പ് ചെയ്യാൻ കേട്ടോ. ഗുഡ് നൈറ്റ്.